ഹായ് ഗായ്സ്, മാർക്കറ്റ് മെഷീൻ്റെ പുതിയൊരു ഓർഡർ വിൻ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്നലെയുള്ള ഓർഡർ വിൻസ് ഞാൻ ചെക്ക് ചെയ്തപ്പോൾ ഒരു ബിഗ് ഓർഡർ എൻ്റെ കണ്ണിൽപ്പെട്ടത് റൈറ്റ്സ് എന്ന കമ്പനിക്ക് വേണ്ടി കിട്ടിയ ഓർഡറാണ്. സോ ഓൾമോസ്റ്റ് നമ്മൾ എത്ര $35 മില്യൺ റൈറ്റ്സിന് കിട്ടിയിരിക്കുന്നത്. ഓർഡർ വിന്നാണ് റൈറ്റ്സ് ചെയ്തിരിക്കുന്നത് $35 മില്യൺ. അത് ഓൾമോസ്റ്റ് ഇന്ത്യൻ റുപ്പീസിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 333 കോടി രൂപയുടെ ഓർഡർ വിന്നാണ്. സോ അതൊരു ബിഗർ ഓർഡർ വിന്നാണ്. അതുപോലെ തന്നെ റൈറ്റ്സിലേക്ക് നോക്കുകയാണെങ്കിൽ റൈറ്റ്സിൻ്റെ ഇതിന് മുന്നത്തെ പ്രീവിയസ് ഓർഡർ വിൻസ് ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. 25 ജൂൺ 2026 ഒരു 148 crore ഓർഡർ വിന്നും, അതുപോലെ തന്നെ 3 ജൂലൈ 2026 ഒരു 175 crore ഓർഡർ വിന്നും കിട്ടിയിട്ടുണ്ട്. അതിനോടുകൂടി ഇപ്പോൾ ഇന്നലെ കിട്ടിയ 333 crore ഓർഡർ വിന്നും കൂടെ കൂടുമ്പോൾ ഒരു നല്ലൊരു ഓർഡർ ബുക്ക് റൈറ്റ്സിന് ബിൽഡാവും നമുക്ക് കാണാം. സോ വരുന്ന ദിവസങ്ങളിൽ വീണ്ടും ഓർഡർ ബുക്ക് എക്സ്പാൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി റൈറ്റ്സ് എന്ന സ്റ്റോക്ക് മേ ബി ഒരു കണ്ടൻഡർ ഫോർ സ്വിംഗ് ട്രേഡിംഗ് ആവാൻ ചാൻസ് ഉണ്ട്. ഒബ്വിയസ്ലി ഇപ്പോൾ ഇതൊരു ഡൗൺ ട്രെൻഡാണ്. ഡൗൺ ട്രെൻഡിൽ നിന്ന് പുറത്തേക്ക് തല പീക്ക് ചെയ്യുന്നുണ്ട് ബിക്കോസ് ഓഫ് ദിസ് ഓർഡേഴ്സ്. പക്ഷേ ഈ ഒരു സമയത്ത് നമ്മൾ ട്രേഡ് ചെയ്യരുത്. പക്ഷേ നല്ലൊരു അപ്പ് മൂവ് വന്നതിന് ശേഷം വീണ്ടും ഓർഡർ ഫ്ലോവും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു നല്ലൊരു കൺസോൾട്ടേഷൻ ഇവിടെ ഇങ്ങനെ കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഡെഫിനറ്റ്ലി ഇത് ട്രേഡ് ചെയ്യാൻ പറ്റും അല്ലേ. സോ ഇങ്ങനെ നല്ലൊരു കൺസോൾട്ടേഷനൊക്കെ വന്നതിന് ശേഷം ഒരു ബ്രേക്ക് ഔട്ട് കിട്ടുകയാണെങ്കിൽ നമുക്ക് ട്രേഡ് ചെയ്യാം. അല്ലാത്ത പക്ഷം ഡെഫിനറ്റ്ലി നമ്മുടെ വാച്ച് ലിസ്റ്റിൽ ഈ സ്റ്റോക്ക് ഉണ്ടാവണം. ഇത് നമുക്ക് ഡെയിലി നമുക്കിത് സ്റ്റോക്ക് ചെയ്യണം. എന്നുള്ള പ്രൈസ് സെഷൻ എങ്ങനെയാണ് നോക്കണം. പിന്നെ അതിനുശേഷം നല്ലൊരു എൻട്രി കിട്ടുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് എൻട്രി ചെയ്യാവുന്നതാണ്. സോ ഇന്നത്തെ സ്റ്റോക്ക് റൈറ്റ്സ് ഇൻ്റർനാഷണൽ ആണ്. സോ താങ്ക് യു സോ മച്ച്. ഹാവ് എ നൈസ് ഡേ.